അങ്ങനെ ഒരുത്തൻ്റെ പണിക്കുറ്റി തീർന്നു. അവൻ ലോക്കായി, അകത്തായി. വല്ല നാട്ടിലും ജോലി ചെയ്യാൻ പോകുന്ന നാറിക്കൊക്കെ മനുഷ്യനായി ജീവിച്ച് അവൻ്റെ കുടുംബങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കി ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇത്ര നീചവും നികൃഷ്ടവുമായ രീതിയിൽ മനുഷ്യൻ്റെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ അപമാനിക്കാൻ മനസ്സ് വരുന്നവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്തിന് ഒരു ഭാരമാണ്, അക്ഷരാർത്ഥത്തിൽ ഭാരമാണ്. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരുത്തൻ ജോലി ചെയ്തത് സൗദിയിലാണ്. ഇവിടെ അവന് ഭയങ്കര രീതിയിലുള്ള സമ്പത്തോ സ്വത്തോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഈ കൂലിപ്പണിക്ക് പോകേണ്ട കാര്യമില്ല. നീ അങ്ങനെ ഒരു സ്ഥലത്ത് കൂലിപ്പണിക്ക് പോയാലും ഇവിടെ ജീവിച്ചാലും മിനിമം ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ മിനിമം വേണ്ടതാണല്ലോ. എന്നാൽ അതിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായ കമൻ്റിട്ട് തൻ്റെ ആ ഒരു നികൃഷ്ടഭാവത്തെ അറിയിച്ച് ആശ്വാസം കണ്ടെത്തുന്ന നാറിയെയാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ സൗദി പോലീസ് പൊക്കിയത്. പൊക്കിയപ്പോഴല്ലേ രസം. ഇത് മാത്രമൊന്നുമല്ല, ഇവന് 8 ഐഡികളോടെ ഉണ്ടത്രേ. ഓരോ ഐഡികളിൽ നിന്നും വ്യത്യസ്തമായ സംഗതികൾ പോസ്റ്റ് ചെയ്ത് ഇവൻ ആഹ്ലാദിക്കുകയായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു. ഇക്കൂട്ടത്തിൽ ഖുർആൻ ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിക്കുന്ന വീഡിയോയും ഉണ്ട്, ചിത്രവുമുണ്ട്. അങ്ങനെ അടക്കം നമ്മൾ സാധാരണ ചെറിയ സമ്മാനം കൊടുക്കാൻ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ വലിയ സമ്മാനം കൈപ്പറ്റുന്ന അവസ്ഥയിലാണ് അവനിപ്പോഴുള്ളത് എന്നാണ് വിവരം. ഏതായാലും UAE പോലെയോ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയോ എടുക്കുന്ന തീരുമാനം അമർത്തിയെടുക്കുന്ന സൗദി അറേബ്യ എല്ലാം അങ്ങ് ഫ്ലാഷാക്കി വിടാറ് പതിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ പരാതി കൊടുത്തവരും അതിന് ഫോളോ അപ്പ് ചെയ്തവരും അകത്താക്കിയവരും അടക്കമുള്ള ആളുകളുടെ സ്രോതസ്സിൽ നിന്നെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിനകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇനി അതിൻ്റെ ബാക്കി തുടർ നടപടികളൊക്കെ തീരുമാനിക്കുക അവൻ്റെ മുഴുവൻ നാഡീഞരമ്പുകളും പരിശോധിച്ച് ഇത്രയും നാൾ ഈ സാമൂഹ്യ ഇടങ്ങളിൽ ചെയ്തു കൂട്ടിയതെല്ലാം നോക്കിയിട്ട് ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചുള്ള ശിക്ഷയായിരിക്കും വിധിക്കുക. ചിലപ്പോൾ 5-10 വർഷം അവിടെ ഇട്ട് ഒക്കുന്ന പണിയൊക്കെ ചെയ്തിട്ട് ഇനി സൗദി അറേബ്യ കാണാത്ത പോലെ തിരിച്ച് കയറ്റി അയച്ചേക്കാം. അങ്ങനെ അടക്കമുള്ള ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവർ മാത്രമേ ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കാവൂ. അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പത്തികളാണ് ഉള്ളിൽ നിറയുന്നതെങ്കിൽ അതൊക്കെ എന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. എന്നിട്ടോ ഇതൊന്നുമല്ലാതെ വല്ല രാജ്യത്തും പോയി ജീവിച്ച ശേഷം ഏതെങ്കിലും ഒരാൾക്ക് കുറേ താങ്ങാനാവാത്ത ദുഃഖവും സങ്കടവുമൊക്കെ സംഭവിക്കുമ്പോൾ അവൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലും പങ്കെടുക്കുന്ന കുറേ പേർ, ഇനി അങ്ങനെയല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന മറ്റുള്ളവർ. പക്ഷേ യവനെപ്പോലുള്ളവർ ഇത് രണ്ടുമല്ല. അപ്പോഴും യവൻ്റെ ഉള്ളിലൊക്കെ നിറയുന്നത് ഈ പറഞ്ഞ ഏറ്റവും വികലവും ഏറ്റവും നികൃഷ്ടവുമായ ഭാവങ്ങളാണെന്നുള്ളതാണ്. അതിനവന് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്. ഏതായാലും സൗദി അറേബ്യയിലായത് അവൻ്റെ ഭാഗ്യമാണ്. അങ്ങനെ കരുതിയാൽ മതി. ഒരു ലോട്ടറി അടിച്ചു എന്ന് കൂട്ടിയാൽ മതി. ആ അടിയുടെ സുഖം കുറച്ച് അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം.